ഹലോ ഓൾ, നമ്മളിന്ന് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റിലെ സിലബസിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്സാമിന് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം, എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും സ്പ്ലിറ്റപ്പ് വരുന്നത് എന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, മൊത്തം 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ 50 മാർക്സ് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രോണിക്സും 50 മാർക്സ് എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിക്കലുമാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് പാർട്ട് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ പാർട്ട് എയിൽ വരുന്നത്, അപ്പോൾ 3 മൊഡ്യൂളാണ് ബേസിക് ഇലക്ട്രോണിക്സിന് ഉണ്ടാവുക. പാർട്ട് എയിൽ വരുന്നത് 5 ക്വസ്റ്റ്യനാണ്. സോ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത്. 4 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മൊത്തം 20 മാർക്കാണ് ആക്ച്വലി പാർട്ട് എയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന പാറ്റേൺ വെച്ചിട്ട് ഫസ്റ്റത്തെ 2 ക്വസ്റ്റ്യനും മൊഡ്യൂൾ 4 ആണ്, 3ഉം 4ഉം മൊഡ്യൂൾ 5 ആണ്, 5th ക്വസ്റ്റ്യൻ വരുന്ന മൊഡ്യൂൾ 6 ആണ്. അപ്പോൾ 1, 2, 3 ബേസിക് ഇലക്ട്രിക്കലിലാണ്, 3, 4, 5 1, 2, 3 ബേസിക് ഇലക്ട്രിക്കലിലാണ്, 4, 5, 6 ബേസിക് ഇലക്ട്രോണിക്സിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇതിൽ മേ ബി ചേഞ്ചസ് വരാം. അപ്പോൾ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ വീതം 4th മൊഡ്യൂളിൽ നിന്നും 5th മൊഡ്യൂളിൽ നിന്നും ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ 6th മൊഡ്യൂളിൽ നിന്നുമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ 4 മാർക്കിന് എത്രത്തോളം എഴുതണം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ നിങ്ങൾ നോക്ക്, പാർട്ട് ബിയിൽ ആക്ച്വലി മൊഡ്യൂൾ 4ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വരും, 6 അല്ലെങ്കിൽ 7. സോ ഓരോ ക്വസ്റ്റ്യനും 10 മാർക്കാണ്. 10 മാർക്കിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 10 മാർക്കിന് സ്പ്ലിറ്റപ്പ് വരാം. അപ്പോൾ ഏത് രീതിയിലും പാറ്റേൺ വരാം. അപ്പോൾ 6th ക്വസ്റ്റ്യൻ ഓർ 7th ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ 8th ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 10th ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 11th ക്വസ്റ്റ്യൻ ഇത് മൊഡ്യൂൾ 6ൽ നിന്നാണ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവും. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് 5, 5 ആയിട്ട് ചോദിക്കാം, 7, 3 ആയിട്ട് ചോദിക്കാം, 6, 4 ആയിട്ട് ചോദിക്കാം, 10 മാർക്കിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ്? ഗിവ് എനി 2 ആപ്ലിക്കേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ജസ്റ്റ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു വേണ്ട. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റർ? കപ്പാസിറ്ററിൻ്റെ ടൈപ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യണം, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലേ. അതുപോലെ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും 2 ആപ്ലിക്കേഷൻസ് എഴുതണം. അപ്പോൾ നമ്മളെ സിലബസിൽ തന്നെ പറയുന്നുണ്ട്, ഈ റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്ററിൻ്റെയൊന്നും കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സിൻ്റെ ആവശ്യമില്ല എന്നല്ലേ. ജസ്റ്റ് അതിൻ്റെ ലിസ്റ്റ് ഔട്ടോ അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് ഏതാണ്, അതിൻ്റെ 2 ആപ്ലിക്കേഷൻസ്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ടൈപ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് 3 മാർക്കും ആപ്ലിക്കേഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് 1 മാർക്കുമാണ് നമുക്കിതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ? ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് എഴുതാം. ഞാൻ ജസ്റ്റ് 3 ആപ്ലിക്കേഷൻ എഴുതി. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ അല്ലെങ്കിൽ ADCയിൽ യൂസ് ചെയ്യും, മോട്ടോഴ്സിൽ യൂസ് ചെയ്യും, ടെലിവിഷനിൽ യൂസ് ചെയ്യും. ഇതൊക്കെ കപ്പാസിറ്ററിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ടൈപ്സ് പറയുകയാണെങ്കിൽ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫിക്സ്ഡ് കപ്പാസിറ്റർ എന്നും വേരിയബിൾ കപ്പാസിറ്റർ എന്നും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫിക്സ്ഡ് കപ്പാസിറ്ററിനെ വീണ്ടും നമുക്ക് ഇലക്ട്രോലൈറ്റിക്, സെറാമിക്, മൈക്ക, പേപ്പർ, ടെൻഡാലം എന്നും, വേരിയബിൾ കപ്പാസിറ്ററിന് നമുക്ക് ഗ്യാങ് കപ്പാസിറ്റർ, ട്രിമ്മർ, പാഡർ ഇങ്ങനെയും ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതിയാവും. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മൊത്തം ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഡിസ്ക്രൈബ് ദി ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ്. നമ്മൾ ഓൾറെഡി ഡയോഡ് പഠിച്ചിട്ടുണ്ട്. ഡയോഡിൻ്റെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവും ഡയോഡിൻ്റെ നെഗറ്റീവിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഗറേഷനാണ് ഫോർവേഡ് ബയാസിങ്. സോ ഫോർവേഡ് ബയാസിങ്ങിലെ ഫോർവേഡ് ക്യാരിയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന സ്പ്ലിറ്റപ്പ് നോക്കുക. ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സർക്യൂട്ട് വരയ്ക്കുന്നതിന് 1 മാർക്ക്, VI ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുന്നതിന് 2 മാർക്ക്, എക്സ്പ്ലനേഷന് 1 മാർക്ക്. ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതണം? ഇങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ ഗ്രാഫ് വരിക, ഫൈനൽ ഗ്രാഫ് ഫോർവേഡ് ക്യാര അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഫോർവേഡ് ക്യാര വരയ്ക്കുക നമുക്കറിയാം. ഒരു ഡയോഡ് എടുത്തു, ആ ഡയോഡിൻ്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ ഫോർവേഡ് ക്യാര എന്ന് പറയാം. ഒരു വോൾട്ടിമീറ്ററും ഒരു അമ്മീറ്ററും യൂസ് ചെയ്തിട്ട് നമ്മളതിൻ്റെ വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് കിട്ടുന്ന ക്യാരയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ആണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. 2ാമത്തെ ക്വസ്റ്റ്യൻ. 3ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് നമ്മൾ പഠിച്ചതാണ് ഡീറ്റെയിൽ ആയിട്ട്. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഡ്രോ ദി ബ്ലോക്ക് ഡയഗ്രം ഓഫ് പബ്ലിക് അഡ്രസ് സിസ്റ്റം ആൻഡ് റൈറ്റ് ദി റോൾ ഓഫ് ഈച്ച് ബ്ലോക്ക്.
ഒരു പി എ സിസ്റ്റം വരച്ചിട്ട് അതിൽ ഓരോന്നിൻ്റെയും റോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ഞാനിതിലിട്ടിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2.5 മാർക്ക് നമ്മുടെ ഫൈനൽ ബ്ലോക്ക് ഡയഗ്രത്തിനും 1.5 മാർക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രം നീറ്റായിട്ട് വരയ്ക്കാൻ അറിയുന്ന ഒരാൾ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ എങ്ങനെയായിരുന്നു പബ്ലിക് അഡ്രസ് സിസ്റ്റം? ഇതായിരുന്നു ആക്ച്വലി പബ്ലിക് അഡ്രസ് സിസ്റ്റം അല്ലേ. അപ്പോൾ ഈ ഒരു ഫിഗർ വരയ്ക്കുന്നതിന് 2.5 മാർക്കാണ്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷന് നിങ്ങൾക്ക് എത്ര മാർക്കാണ്? 1.5 മാർക്കാണ്. ഇതാണ് ബേസിക്കലി ഓരോന്നിൻ്റെയും റോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ മാർക്ക് സ്പ്ലിറ്റ് അപ്പ് വരിക. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ. നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഓൾറെഡി ബ്രിഡ്ജ് റെക്ടിഫയർ പഠിക്കുന്നുണ്ട്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാനിതിട്ടിരിക്കുന്ന സർക്യൂട്ട് ഡയഗ്രത്തിന് 2 മാർക്കും എക്സ്പ്ലനേഷൻ വിത്ത് വേവ് ഫോമിന് 2 മാർക്കും ഇട്ടിരിക്കുന്നത്. എങ്ങനെയാണ് 4 മാർക്കിൻ്റെ സ്പ്ലിറ്റപ്പ് വരുന്നത്? അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സർക്യൂട്ട് വരിക നമുക്കറിയാം. ഇങ്ങനെയാണ് ആക്ച്വലി ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് വരിക, അല്ലെ 4 ഡയോഡ്സ് വെച്ചിട്ടുള്ള സർക്യൂട്ടാണ് ബ്രിഡ്ജ് റെക്ടിഫയറിന് വരിക. അപ്പോൾ ഇതിൽ നിങ്ങളതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഏതൊക്കെ ഡയോഡ് ആക്റ്റീവ് ആവും ഏതൊക്കെ ഡയോഡ് ഡീആക്ടിവേറ്റ് ആവും എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട്സായിട്ട് എഴുതുക. അപ്പോൾ ഇതാണ് ബേസിക്കലി ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഫൈനൽ വേവ് ഫോമും വരയ്ക്കണം അല്ലേ. യെസ്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ സെൽസ് ഇൻ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന സ്പ്ലിറ്റപ്പ് സെല്ലിൻ്റെ ബേസിക് കോൺസെപ്റ്റിന് 2 മാർക്കും അതുപോലെ നീറ്റ് ഡയഗ്രാം ഓഫ് ഹെക്സഗണൽ സെല്ലുലാർ പാറ്റേൺ. അപ്പോൾ നമുക്ക് അറിയാം ഓൾറെഡി 2 രീതിയിലുള്ള സെല്ലുലാർ പാറ്റേൺ അവൈലബിൾ ആണ്. അതിലൊന്നാണ് സ്ക്വയർ ടൈപ്പ് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ടൈപ്പ്. സ്ക്വയർ ടൈപ്പ് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ടൈപ്പ് ആണെങ്കിൽ ഓരോ സെല്ലും സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്തുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി ഹെക്സഗണൽ പാറ്റേൺ ആണ് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് പാർട്ട് എയിൽ 5th ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമുക്ക് പാർട്ട് എനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പാർട്ട് ബി നോക്കാം. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് പാർട്ട് ബി ആണ്. പാർട്ട് ബി നമുക്ക് തന്നെ അറിയാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട സെഷനാണ്. സോ 6th എ വരുന്നത് എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ബാരിയർ ഇൻ എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൽ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ബാരിയർ ഫോം ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ ഇട്ടിരിക്കുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ 2 മാർക്ക് പി എൻ ജംഗ്ഷൻ്റെ ബേസിക് ഡയഗ്രത്തിനും 2 മാർക്ക് പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ എക്സ്പ്ലനേഷനും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം പൊട്ടൻഷ്യൽ ബാരിയർ എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന്. ഞാനൊരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ആക്ച്വലി ജോയിൻ ചെയ്യുകയാണെങ്കിൽ റൂം ടെമ്പറേച്ചർ കാരണം അതിൻ്റെ ഇമ്മീഡിയറ്റ് ബോർഡേഴ്സിലുള്ള ഇലക്ട്രോൺസും ഹോൾസും മ്യൂച്വലി കമ്പൈൻ ആയിട്ട് കംപ്ലീറ്റ്ലി ഇമ്മൊബൈൽ അയോൺസിൻ്റെ ഒരു ഏരിയ ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് അല്ലേ. ഫോർവേഡ് ബയാസ് ആവുന്ന സമയത്ത് ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് കുറയും, റിവേഴ്സ് ബയാസ് ആവുന്ന സമയത്ത് ഡിപ്ലീഷൻ റീജിയൻ്റെ സൈസ് കൂടും. ഇതാണല്ലോ ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ഇതാണ് ഡയോഡിൻ്റെയൊക്കെ ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ ഇതാണ് ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് 4 മാർക്കിന്. 6th ബി നോക്കുകയാണെങ്കിൽ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ? ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ റിവേഴ്സ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ്. ഞാൻ ഇട്ടിരിക്കുന്ന സ്പ്ലിറ്റപ്പ് ശ്രദ്ധിക്കാം. ഞാൻ ഇട്ടിരിക്കുന്ന സ്പ്ലിറ്റപ്പ് കോൺസെപ്റ്റ് ഓഫ് അവലാഞ്ചി ബ്രേക്ക് ഡൗണിന് 2 മാർക്ക്, അതുപോലെ റിവേഴ്സ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുന്നതിന് 2 മാർക്ക്, അതുപോലെ അതിൻ്റെ എക്സ്പ്ലനേഷന് 2 മാർക്ക്. ഇങ്ങനെ മൊത്തം 6 മാർക്കിനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അല്ലേ. യെസ്. അപ്പോൾ എന്താണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സെനർ ബ്രേക്ക് ഡൗണും അവലാഞ്ചി ബ്രേക്ക് ഡൗണും നമ്മളൊരു കമ്പാരിസൺ പഠിച്ചിട്ടുണ്ട് അല്ലേ. കൊളീഷൻ കാരണമാണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്. റപ്ചർ ഓഫ് കോവാലന്റ് ബോണ്ട് കൊണ്ടാണ് സെനർ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ അവലാഞ്ചി ബ്രേക്ക് ഡൗണിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 3-4 പോയിന്റുകൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനാണ് 2 മാർക്ക്. പിന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണ്, എങ്ങനെയാണ് ഒരു റിവേഴ്സ് വി ഐ ക്യാര വരയ്ക്കുന്നത്. നമ്മൾ ഫോർവേഡ് വി ഐ ക്യാര വരച്ച പോലെ തന്നെ റിവേഴ്സ് വി ഐ വരയ്ക്കാം അല്ലേ. നമ്മൾ ഡയോഡ് റിവേഴ്സ് ബയാസായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ കണക്ഷൻ ഡയഗ്രാം വരയ്ക്കണം, അതുപോലെ നിങ്ങളിതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. ഇത്രയും ഇതിനാണ് 6 മാർക്ക് വരുന്നത്. ഇതാണ് 6th ബി. 7th ക്വസ്റ്റ്യൻ നോക്കുക. ഇതൊരു സിംഗിൾ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എൻ പി എൻ ട്രാൻസിസ്റ്റർ, ഡിസ്ക്രൈബ് വിത്ത് സ്യൂട്ടബിൾ സ്കെച്ചസ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ പി എൻ ട്രാൻസിസ്റ്റർ. അപ്പോൾ 2 മാർക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് എൻ പി എന്നിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ വരയ്ക്കുന്നതിനാണ് 2 മാർക്ക്, വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് 2 മാർക്ക്, ഇൻപുട്ട് ക്യാര വരയ്ക്കുന്നതിന് 3 മാർക്കും ഔട്ട്പുട്ട് ക്യാര വരയ്ക്കുന്നതിന് 3 മാർക്കും. ഇങ്ങനെയാണ് ഞാൻ ആക്ച്വലി സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ 3 മാർക്ക് എന്ന് പറയുമ്പോൾ വിത്ത് എക്സ്പ്ലനേഷനാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ ഇതാണ് ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ അല്ലേ. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ 2 എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് എൻ പി എൻ എന്ന് പറയാം.
രണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ബാറ്ററീസ് നമ്മൾ യൂസ് ചെയ്യും. ഒന്ന് എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും അക്രോസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ NPN ട്രാൻസിസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ഇൻപുട്ട് ക്യാരിയും ഔട്ട്പുട്ട് ക്യാരിയും എങ്ങനെ കിട്ടി എന്നും അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം സഹിതം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനാണ് ടോട്ടലി 10 മാർക്ക് വരുന്നത്. നിങ്ങൾക്ക് എഴുതേണ്ട പാറ്റേൺ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 8ൽ A. ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. അതുപോലെ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കണം. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിന് 2 മാർക്ക്. ഇതുപോലെ അതിൻ്റെ കോമ്പണൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 2 മാർക്ക്. ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുന്നതിന് 2 മാർക്ക്. ഇങ്ങനെയാണ് ആക്ച്വലി ഞാൻ അതിൻ്റെ സ്പ്ലിറ്റപ്പ് ഇട്ടിരിക്കുന്നത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ നമുക്കറിയാം. R1ഉം R2ഉം RCയും REയും എന്തിനു യൂസ് ചെയ്യുന്നു? ഓരോ റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും റോള് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനാണ് 2 മാർക്ക്. അതുപോലെ ഇതിൻ്റെ ബേസിൽ നമ്മളിതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കണം. അതിൽ 3 dB കർവ് വരയ്ക്കണം. മിഡ് ഫ്രീക്വൻസി റീജിയൻ, ലോ ഫ്രീക്വൻസി റീജിയൻ, ഹൈ ഫ്രീക്വൻസി റീജിയനൊക്കെ ഫ്രീക്വൻസി റെസ്പോൺസിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് 6 മാർക്കിന്. 8ൽ B എന്ന് പറയുന്നത് നറേറ്റ് ഹൗ കപ്പാസിറ്റർ ഫിൽട്ടർ എലിമിനേറ്റ് റിപ്പിൾസ് ഫ്രം ഔട്ട്പുട്ട് ഓഫ് ദ റെക്ടിഫയർ. നമ്മൾ തന്നെ സിലബസിൽ പറയുന്നുണ്ട് അനാലിസിസ് ഒന്നും ആവശ്യമില്ല കപ്പാസിറ്റർ ഫിൽറ്ററിൻ്റെ എന്ന്. അപ്പോൾ നമ്മളോട് പറഞ്ഞെന്താ, നറേറ്റ് ഹൗ കപ്പാസിറ്റർ ഫിൽറ്റർ എലിമിനേറ്റ് റിപ്പിൾസ് ഫ്രം ഔട്ട്പുട്ട് ഓഫ് റെക്ടിഫയർ. ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് എങ്ങനെയാണ് കപ്പാസിറ്റർ ഫിൽറ്റർ റിപ്പിൾസിനെ റിമൂവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. വിത്ത് ഡയഗ്രാം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഞാനിതിലിട്ടിരിക്കുന്ന സ്പ്ലിറ്റൊക്കെ ഇതിൻ്റെ മൊത്തം സർക്യൂട്ട് ഡയഗ്രത്തിന് 1 മാർക്ക്, അതിൻ്റെ എക്സ്പ്ലനേഷൻ 2 മാർക്ക്, ഫൈനൽ ഔട്ട്പുട്ട് വേവ് ഫോമിന് 1 മാർക്ക്. അപ്പോൾ എങ്ങനെയാണ്, ഇതായിരുന്നു ആക്ച്വലി ഒരു കപ്പാസിറ്റർ ഫിൽറ്റർ അല്ലേ. ഈ കപ്പാസിറ്റർ ഫിൽറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും, ബേസിക്കലി ഈ ചാർജിങ് ഡിസ്ചാർജിങ് ആക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി കിട്ടുന്ന വേവ് ഫോം ഇതുപോലത്തെ വേവ് ഫോം ആയിരിക്കും. ഇതാണ് നമ്മൾ ബേസിക്കലി ഫിൽട്ടർ വേവ് ഫോമായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 9ൽ A എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ നീഡ് ഓഫ് ബയാസിങ്, ഡ്രോ ദി പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ് സർക്യൂട്ട്. ഇത് 4 മാർക്കിനാണ്. ബയാസിങ്ങിൻ്റെ ബേസിക് നീഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 2 മാർക്കും, വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 2 മാർക്കും. ഇങ്ങനെയാണ് ഞാൻ ഇട്ടിരിക്കുന്ന സ്പ്ലിറ്റപ്പ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് ആയിരുന്നു. ഓരോന്നിൻ്റെയും കോമ്പണൻറ്റ് നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ കൂടെ തന്നെ പറഞ്ഞതാണ്. ഇതിന് പുറമെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്തിനാണ് ബയാസിങ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ബയാസിങ് പ്രോപ്പറായിട്ട് എന്തിനാണ് ട്രാൻസിസ്റ്റേഴ്സിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. സോ ഇൻ ഓർഡർ ടു ഓപ്പറേറ്റ് ട്രാൻസിസ്റ്റർ ഇൻ എ ഡിസൈഡ് റീജിയൻ വി ഹാവ് ടു അപ്ലൈ എക്സ്റ്റേണൽ DC വോൾട്ടേജ് ഓഫ് കറക്റ്റ് പൊളാരിറ്റി ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 ജംഗ്ഷൻസ് ഓഫ് ദി ട്രാൻസിസ്റ്റർ. ദിസ് ഈസ് കോൾഡ് DC ബയാസിങ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. 9ൽ B നോക്കുക. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സിമ്പിൾ വോൾട്ടേജ് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. ഇത് 6 മാർക്കിനെ യോജിക്കുന്നത്. ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് ഇട്ടിരിക്കുന്നത് സെനർ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ബേസിക് സർക്യൂട്ട് വരയ്ക്കുന്നതിന് 2 മാർക്ക്, അതിൽ റെലവൻറ്റ് ഇക്വേഷൻസ് എഴുതുന്നതിന് 2 മാർക്ക്, അതുപോലെ ലൈൻ റെഗുലേഷനും ലോഡ് റെഗുലേഷനും വെച്ച് സെപ്പറേറ്റ് ആയിട്ട് സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് 2 മാർക്ക്. ഇങ്ങനെയാണ് 6 മാർക്ക് മൊത്തം വരുന്നത്. അപ്പോൾ ഇതാണ് ഓൾറെഡി നമ്മൾ പഠിച്ച സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞ ഈ സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിൽ ഓരോന്നിൻ്റെയും സെനറിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ്, ഇതിൻ്റെ വർക്കിംഗ് ഇക്വേഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 കണ്ടീഷനിലാണ് സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ വർക്ക് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് ഔട്ട്പുട്ടിന് സംഭവിക്കുന്ന മാറ്റം, ഇത് ഡിറ്റർമൈൻ ചെയ്യും. അതുപോലെ ഔട്ട്പുട്ടിലെ ലോഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ടിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ് ബേസിക്കലി ഈ 2 റെഗുലേഷനിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി നിങ്ങൾ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, 10ൽ A, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി മെറിറ്റ്സ് ഓഫ് AM കമ്പയർ ടു FM? The carrier amplitude of a given AM is 5 volt and the message signal amplitude is 3 volt. Find the modulation index. അപ്പോൾ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് AM-ഉം FM-ഉം തമ്മിലുള്ള കമ്പാരിസൺ, അല്ലെങ്കിൽ AM ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ FM-ന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അല്ലെങ്കിൽ നോയ്സ് ലെവൽ വളരെ കുറവായിരിക്കും FM-ൽ. അതുപോലെ നോയ്സിന് ഇമ്മ്യൂൺ ചെയ്യാനുള്ള കപ്പാസിറ്റി FM-നുണ്ട്, AM-നില്ല. ഇങ്ങനെ കുറേ പോയിൻ്റ് നമുക്ക് എഴുതാം അല്ലേ. അതുപോലെ ചേഞ്ച് ആവുന്ന പാരാമീറ്റർ ഫ്രീക്വൻസിയാണ്, മറ്റതിൽ ആംപ്ലിറ്റ്യൂഡാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് എഴുതാം. ഓക്കെ,
ഇനി ഇവിടുത്തെ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നു ചോദിക്കുകയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് കാണാൻ പറഞ്ഞാൽ MA എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. VM/VC ആണ് മോഡുലേഷൻ ഇൻഡെക്സ്. VM ഓൾറെഡി നമുക്കറിയാം, മെസ്സേജ് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡാണ് VM 3. VC എന്ന് പറഞ്ഞാൽ എന്താ, ക്യാരിയർ ആംപ്ലിറ്റ്യൂഡാണ് 5. അപ്പോൾ 3/5 ആണ് ആക്ച്വലി ഇവിടുത്തെ ടോട്ടൽ മോഡുലേഷൻ ഇൻഡെക്സ്. അതിനെ പെർസെൻറ്റേജിൽ കാണുകയാണെങ്കിൽ 3/5 × 100 അത്രയും പെർസെൻറ്റേജ് ആണ് ആക്ച്വലി നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. 10ൽ B വരുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ബ്ലോക്ക് ഡയഗ്രം ഓഫ് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളെപ്പോഴും ഒരു റിസീവറിൽ നമ്മൾ ഈ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ പഠിക്കാറുണ്ട്. അപ്പോൾ ബേസിക്കലി നമുക്കിവിടെ 3 കൺവേർഷൻസ് ആണ് ഒരു സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൽ നടക്കുക. RF സിഗ്നലിനെ IF സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും, IF സിഗ്നലിനെ AF സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ ടിപ്പിക്കലി നമ്മളെ ജനറൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഈ RFന് വരെ നമ്മൾ യൂസ് ചെയ്ത് ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലായിരുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും, ഇലക്ട്രിക്കലിനെ ഫിസിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ബേസിക്കലി ഈ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൽ നടക്കുന്ന പ്രോസസ്സ് എന്താ, RFനെ റിസീവ് ചെയ്യും, RFനെ IF ആയിട്ട് കൺവേർട്ട് ചെയ്യും മിക്സർ യൂസ് ചെയ്തിട്ട്, IFനെ ആംപ്ലിഫൈ ചെയ്യും, IFനെ AF ആയിട്ട് കൺവേർട്ട് ചെയ്യും യൂസിങ് ഓഡിയോ AM ഡിറ്റക്ടർ. ഈ AFനെ ഓഡിയോ ആംപ്ലിഫയർ വഴി ആംപ്ലിഫൈ ചെയ്തിട്ട് ലൗഡ് സ്പീക്കർ വഴി നമ്മൾ പുറത്തേക്ക് എടുക്കും. ഇതാണ് ആക്ച്വലി ഒരു സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൻ്റെ പ്രിൻസിപ്പിൾ. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാനുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ആൻസർ ചെയ്യണം, എങ്ങനെയാണ് ഓരോന്നിൻ്റെ സ്പ്ലിറ്റപ്പ് വരുന്നതെന്നൊക്കെ ക്ലിയർ ആണല്ലോ. താങ്ക് യു.